ഹേ ബാഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം നമ്മളിന്ന് നേരിട്ട് കണ്ടിട്ട് കുറച്ചാളായല്ലേ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ സത്യം പറയാല്ലേ, മടിയായിരുന്നു ഗൈസ്, മടിയായിരുന്നു, കൊല്ല മടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് മടിയാണ്. ഈ മടി കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുക ഉദ്ദേശിച്ച് വെച്ചാൽ ഈ മടി അപ്പം കയറി വരും. പിന്നെ നോ രക്ഷ, ആ മടി പോണവരെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എൻ്റെ ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് തന്നെ. നിന്റോട് ആരുടെ തിരിച്ചറിയാനൊക്കെ പറഞ്ഞത്? നിന്റെ കമന്റ് സെക്ഷൻ ആകുമെന്ന് കമന്റ് ഇടുന്ന തന്നെ 4-3-7 പേരാണ്. അതിൽ 5 നിന്റെ ഫേക്ക് അക്കൗണ്ട്. പിന്നെ ആരുടെ നിന്റെ അടുത്ത് തിരിച്ചറിയാനൊക്കെ പറഞ്ഞത്? തള്ളിയങ്ങ് ഇറക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സെഡായിട്ടിരിക്കുന്നവരെ ചിരിപ്പിക്കുവാനും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ കൂടുതൽ ചിരിപ്പിക്കുവാനും ഇതുവരെ ചിരിച്ചിട്ടില്ലാത്തവരെ ചിരിപ്പിച്ച് തുടങ്ങിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഫണ്ണി റീൽസിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നിങ്ങളിപ്പോ ഇത് കണ്ടിട്ട് ആ അമ്മാവനെ എടുത്തിട്ട് നോക്കാനാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എന്താന്ന് വെച്ചാൽ ആ അമ്മാവ് ഒരു പരസഹായിയാണ്. ആ രാവിലെ ഒട്ടിങ്ങനെ നിൽക്കുന്ന ആ ചെറുക്കനെ സഹായിക്കാൻ വേണ്ടി ആ അമ്മാവ് ഇത്തിരി ആ താലി എടുത്ത് കെട്ടിക്കൊടുക്കാൻ നോക്കി. അതിലെന്താണ് ഇത്ര തെറ്റ്? ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചാന്ന് എനിക്കറിഞ്ഞൂടാ. ആ അമ്മാവൻ താലിയിട്ടനായിട്ട് വരുമ്പം കല്യാണച്ചക്കൻ്റെ മുഖത്തുണ്ട് ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു ഭാവ വ്യത്യാസവും ഇല്ല. പുള്ളി, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പുള്ളി ഒരു സിഗ്മ മെയിലാണ്, കല്യാണം ഒന്നും വേണ്ടെന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിയുടെ വീട്ടിൽ നിർബന്ധിച്ചാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പം ഈ അമ്മാവൻ കെട്ടാൻ വന്നപ്പം പുള്ളി വിചാരിക്കുകയാണ്, ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയിട്ട് എൻ്റെ തലേന്ന് ഒഴിവാകുമല്ലോ എന്ന മൈൻഡിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മളെ ആൻറ്റി സൈഡിൽ നിന്ന് വിളിച്ച് നമ്മൾ അങ്കിൾ ഉണർന്നത്. ഞങ്ങളെ താലിയിട്ട് നിർത്തി. എന്തായാലും ആൻറ്റി സൈഡിൽ നിന്ന് വിളിച്ച് നന്നായി, അല്ലായിരുന്നെങ്കിൽ ഇന്ന് ആൻറ്റിക്ക് അങ്കിളിനും കല്യാണ പെണ്ണുങ്ങളും ഒരുമിച്ച് വീട്ടിൽ പോകായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല, ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ എത്തുന്ന നമ്മൾ അമ്മാവനി എന്താണ് സംഭവിക്കുന്നതാണ് ഞാൻ ആലോചിക്കണം. തിരിച്ച് വീട്ടിലെത്തി അമ്മാവന് എന്ത് സംഭവിച്ചു എന്ന് കാണാൻ താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നോർത്തിലോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പേര് അവിടെ കോമൺ ആണ്. ഇങ്ങനൊരു പേരുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു വെച്ചാ, ഇത് നോർത്ത് അല്ലല്ലോ, ഇത് കേരളം അല്ലേ. എന്തായാലും കൊള്ളാടെ കൊള്ളാം. ഇതിപ്പം ആരും കുറ്റം പറയാൻ പറ്റൂല, ഇതിന്റെ സാങ്കേതിക തടസ്സം മൂലം വന്നൊരു പിഴവാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇനിയും ഇതുപോലുള്ള പേരുകൾ അവരവരുടെ കുട്ടികൾക്ക് ഇടാതിരിക്കാനായി സൂക്ഷിക്കുക. ഇട്ടാൽ ഇതുപോലുള്ള അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ. ബിൾസറടി ചൂട് ബിൾസേ ചൂട് ബിൾസേ ചൂട് ബിൾസറടി. ഇതിന്റെ ഇടയിൽ പിറകുന്ന ടീഷർട്ട് ഇട്ട് ചേർന്ന കണ്ട അങ്ങനെ റിയാക്ഷൻ ആണെങ്കിൽ ഹൈലൈറ്റ്. എന്റെ പൊന്നോ. എന്നാലും ബോൾസ് പൊട്ടി ചെതറിയിട്ടും അവിടെ നിന്ന് ചാടി എണീറ്റ് തന്റെ ആറ്റിറ്റ്യൂഡ് വിടാതെ നടക്കുന്ന ചെറുക്കന്റെ മനസ്സാരും കാണാൻ പോകില്ല. നെക്സ്റ്റ് വീഡിയോ. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചാന്ന് എനിക്കറിയത്തില്ല, അത് ജമ്പാവുന്നതിന് മുമ്പ് തന്നെ അതിലിരുന്ന ഒരാള് ആ വെള്ളത്തിലെങ്കിൽ പോണുണ്ടായിരുന്നത് കണ്ടാ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ വല്ലതുമായിട്ട് തോന്നുന്നു, വേറെ വല്ലതുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. ഗൈസ്, എന്നാലും അത് കറക്റ്റ് നോക്കണം, അത്ത കണക്കിനൊന്നും ഇരുന്നല്ലേ. സ്വന്തം ടീമിനുള്ളവര് കപ്പടിച്ച് കുഴിയിൽ പോയിട്ട് അവരെ നോക്കാൻ പോവാതെ അവര് ഡാൻസ് കളിക്കുന്നുണ്ടാ, അവരെ ആത്മാർത്ഥത ഉണ്ടാ, അത് നമ്മൾ കാണാതെ പോകരുത്.
ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. ആ ഫ്രണ്ടിൽ നിന്ന് കൊച്ചുങ്ങൾ ഇത് കണ്ടിട്ട് ചിന്തിക്കുകയായിരിക്കും, എടി നോക്കിയടി മാഷ് നമ്മക്കാർക്കും പറഞ്ഞു തരാത്ത വെറൈറ്റി സ്റ്റെപ്പുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവര് പറന്ന് കിടന്ന് കളിക്കണം. എന്നാൽ ഇതിന്റെ കോറിയോഗ്രാഫർ ആരായിരിക്കും? അത് ആരായാലും അങ്ങേർക്ക് ഒരു കുതിരപ്പാവം കൊടുക്കണം. ഇജാതി ഇജാതി. ഗൈസ്, അടുത്ത വീഡിയോ. ഗൈസ്, ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് എല്ലാവരുടെ അണ്ണാക്കിൽ ചെന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് പണിയാഞ്ച് കിട്ടുന്ന എൻ്റെ ഒരു ചങ്ക് ബടിയാണ്. അവനെ നിമിഷത്തിൽ ഞാൻ സ്മരിച്ചുകൊള്ളുന്നു. ഓ, എന്നാൽ എന്ത് പോക്കാണ് ആ ഫോൺ പോയത്. അതിനെ തിരിച്ചു കിട്ടിയിട്ട് അതുകൊണ്ട് അവന് വലിയ ഉപയോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഫോൺ പോയതിനു ശേഷം പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ട ഗൈസ്, അപ്പോൾ അത്രയുള്ളൂ നമ്മളെ വീഡിയോ. അടുത്ത കാണുന്നതുവരെ ഗുഡ് ബൈ.